ഹായ്. അങ്ങനെ ഫാമിലി വീക്ക് അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലി വീട്ടിലേക്ക് കയറി. പക്ഷേ നമ്മുടെ ഷാനവാസിനും അനീഷിനും ഫാമിലിയെ കാണാൻ പറ്റില്ല. ഒരു ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഫാമിലിയെ കാണാൻ പറ്റുകയുള്ളൂ. നിശ്ചിത സമയത്തിനുള്ളിൽ അത് ഈ രണ്ടുപേരും കംപ്ലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആക്ടിവിറ്റി ഏരിയയിൽ ഇവർ രണ്ടുപേരും പോകുന്നു. ആ സമയത്താണ് ഫാമിലി അകത്തേക്ക് കയറുന്നത്. ഷാനവാസിന്റെ ഭാര്യയും മോളും അനീഷിന്റെ അമ്മയും അനിയനും ഇവർ വീട്ടിനകത്തേക്ക് വരുന്നു. എല്ലാവരും വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുന്നു. അതിനുശേഷം ലിവിംഗ് ഏരിയയിലിരിക്കുന്നു, പ്ലാസ്മ ടി വിക്ക് മുന്നിൽ. പിന്നീട് ഇവർക്കുള്ള ടാസ്ക്കാണ്, അതായത് ഷാനവാസിനും അനീഷിനുമുള്ള ടാസ്ക്കാണ്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന അവരുടെ ഫാമിലിയെ അവർക്ക് കാണാൻ പറ്റുകയുള്ളൂ. കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ല. ബിഗ് ബോസ് ഒരു ഒടുക്കത്തെ പണിയാണ് അവർക്ക് കൊടുത്തത്. അതും ഒരു മാതിരി ടാസ്ക്. അത് പൂർത്തിയാക്കുക എന്നുള്ളത് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല, വലിയ ബുദ്ധിമുട്ടാണ്. ആ ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് പ്ലാസ്മ ടി വിയിൽ അനീഷിനും ഷാനവാസിനും കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ഫാമിലി വീട്ടിനകത്തേക്ക് കയറുന്നത്. തീർച്ചയായും ടെൻഷനായി പോവും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനീഷും നല്ല ടെൻഷൻ, ഷാനവാസും നല്ല ടെൻഷൻ. രണ്ടുപേരും പൊട്ടിക്കരയുന്നുണ്ട് അവരെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ. അതിനുശേഷം ടാസ്ക് തുടങ്ങി. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടുപേരും പെടാപ്പാട് വിട്ടു. ഒരു രക്ഷയില്ല. രണ്ടുപേരുടെയും മൈൻഡ് വേറെ ഏതോ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. പിന്നെയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സ്പീഡിൽ ചെയ്തത് ഷാനവാസാണ്. അങ്ങനെ ഷാനവാസിന് അകത്തേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടി, ഫാമിലിയെ കാണാനുള്ള പെർമിഷൻ കിട്ടി. ഷാനവാസ് ഓടി അകത്തേക്ക് പോകുന്നു. ഓടി വന്ന് മോള് കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം ഭാര്യ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഷാനവാസിന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം, ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ഇഷ്ടം ഈ പറയുന്ന ഷാനവാസിനെയും അതുപോലെ ജിസേലിനെയുമാണ് എന്നുള്ളതാണ് പറയുന്നത്. നെവിൻ വളരെ സ്നേഹത്തോടെ ഷാനവാസിന്റെ ഭാര്യയോടും മോളോടും പെരുമാറി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അതിനുശേഷം അനീഷ് ടാസ്ക് പൂർത്തിയാക്കാൻ പറ്റാതെ വളരെ കഷ്ടപ്പെട്ടാണ് നിന്നിരുന്നത്. ഈ രണ്ടുപേർക്കും, അനീഷിനും ഷാനവാസിനും ബിഗ് ബോസ് കുറച്ച് ഇളവൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അനീഷിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവസാന നിമിഷം വളരെയേറെ അനീഷ് ബുദ്ധിമുട്ടി. പക്ഷെ എങ്ങനെയോ അത് പൂർത്തിയാക്കി അനീഷ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. പിന്നീട് അനീഷിന് തന്നെ ഡൗട്ടായി, ഫാമിലിയെ കാണാൻ പറ്റില്ലയോ എന്നൊരു ഡൗട്ട്. അവസാനം അത് പൂർത്തിയാക്കി അനീഷ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. ഫാമിലിക്ക് അകത്തേക്ക് പോവാം, അതായത് അനീഷ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അനിയനും അമ്മയും അനീഷിന്റെ അടുത്തേക്ക് പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു, അനീഷിനെ ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നത്. സത്യം പറഞ്ഞാൽ ഫാമിലി വീക്ക് ഒരു രസമാണ്. അവര് 2 മാസമായി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ട്, അപ്പോൾ കുറേ ദിവസമായി കണ്ടിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അതിന്റെ സ്നേഹം, സങ്കടം എല്ലാം അവർക്കുണ്ട്. അനീഷും ഷാനവാസും ഇപ്പോൾ ഫാമിലിയോടൊപ്പം വളരെ സന്തോഷമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് ബിന്നിയുടെ ഫാമിലിയാണ്. ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന പ്രൊമോ. ഒരു സിനിമ സ്റ്റൈലിലാണ് ബിന്നിയും ഹസ്ബൻഡും കണ്ടുമുട്ടുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോ. തീർച്ചയായും അതിനുവേണ്ടി വെയിറ്റിംഗിലാണ്. എന്താണ് സംഭവിക്കുക എന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.